കോടികളുടെ വരുമാനമുണ്ടായിട്ടും പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം കേരളത്തോട് തുടരുന്ന കടുത്ത അവഗണനയുടെ അടുത്ത രൂപമാണ്. പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ടിക്കറ്റ് ഉൾപ്പെടെ മറ്റു വരുമാന മാർഗങ്ങളിലൂടെ 2023-24 സാമ്പത്തിക വർഷം ഡിവിഷൻ നേടിയെടുത്തത് 1691 കോടി രൂപയാണ്. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ 2023-24 സാമ്പത്തിക വർഷം വരുമാനത്തിൽ വൻ വർധനമുണ്ടായിട്ടും നഷ്ടത്തിലാണെന്ന വിചിത്രവാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. ടിക്കറ്റ് വരുമാനം കുറവെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ടിക്കറ്റ് ഉൾപ്പെടെ മറ്റു വരുമാനങ്ങളിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിവിഷൻ നേടിയെടുത്തത് 1691.17 കോടി. കൽക്കരി, സിമന്റ്, രാസവളങ്ങൾ, അരി, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ചരക്കു ഗതാഗതം കൈകാര്യം ചെയ്യുന്നതിൽ ഡിവിഷൻ മികച്ച പ്രകടനം നടത്തി. പാസഞ്ചർ ട്രെയിൻ 964.19 കോടി, ചരക്കു നീക്കം 481.36 കോടി, സ്പെഷ്യൽ ട്രെയിൻ, സിനിമാ ഷൂട്ടിംഗ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്നിവയിലൂടെ 65.96 കോടി, പരസ്യം, പാഴ്സൽ സർവീസ്, പാർക്കിംഗ് ഫീസ് എന്നിവയിലൂടെ 64.66 കോടി എന്നിങ്ങനെയാണ് വരുമാനങ്ങൾ കൈവരിച്ചത്. കഴിഞ്ഞ വർഷത്തെ ടിക്കറ്റ് വരുമാനം 115 കോടിയാണ്. മറ്റു ഡിവിഷനുകളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും ചരക്കു ഗതാഗതത്തിലൂടെ വരുമാനം നേടി ബജറ്റ് ലക്ഷ്യങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്നതിന് നിർണായക പങ്ക് വഹിക്കാൻ പാലക്കാട് ഡിവിഷന് സാധിച്ചിട്ടുണ്ട്. പാലക്കാട് ജംഗ്ഷൻ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, മംഗളൂരു ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ എന്നിവയാണ് പാലക്കാട് ഡിവിഷനിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിനെതിരെ CPIM, DYFI അടക്കമുള്ള സംഘടനകളും വലിയ പ്രതിഷേധമാണ് അറിയിച്ചത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവും സംഘടിപ്പിക്കും. കൈരളി ന്യൂസ്, പാലക്കാട്.